2014 ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്നു, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നു. 2019 റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുന്നു, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നു. 2024 മൂന്നാം വട്ടവും അധികാരം നിലനിർത്താൻ കഴിയുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കാൻ സാധിച്ചു. സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടുന്ന രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹി, നമ്മുടെ ഡൽഹി മാത്രം BJPക്കും നരേന്ദ്രമോദി സർക്കാരിനും ഒരു ബാലികേറാം മലയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ഒരു സംസ്ഥാനം കൂടി പിടിച്ചെടുക്കാൻ BJPക്ക് സാധിക്കുകയാണ്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായി മുന്നോട്ട് വരികയും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പിന്നിൽ പോയിരിക്കുകയാണ്, ലീഡിൽ അദ്ദേഹം പുറകിലാണ്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടാൻ പോലും സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി എത്തിയത്? എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പരാജയം രുചിക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് ഗംഭീര വിജയമാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേടിയത്. ഡൽഹിയുടെ ഒരു സ്വഭാവം എന്തെന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്യുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു നയമായിരുന്നു ഡൽഹിയിൽ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ അതിനൊരു മാറ്റം വരികയാണ്. ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായും ഡൽഹിയിൽ നിന്ന് തൂത്തെറിഞ്ഞിട്ടൊന്നുമില്ല ജനങ്ങൾ ഇപ്പോഴും. പക്ഷെ എങ്കിലും അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. ഇത്തവണ അവർ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഇത് BJPക്ക് ഒരു സുവർണ അവസരമാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് കാരണമാകും. കാരണം നമ്മുടെ തലസ്ഥാനമായ ഡൽഹി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ എപ്പോഴും സംഘർഷം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഡൽഹി വികസനത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇനി ഡൽഹി കൂടി BJP ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തടസ്സം ഉണ്ടാവില്ല, വികസനം നല്ല രീതിയിൽ സാധ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ജനങ്ങൾ അവർക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഗവൺമെന്റ് കൊടുത്തു. പക്ഷെ ഇങ്ങനെ സൗജന്യം തരുന്നതല്ല വികസനമെന്ന് ഡൽഹി ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുകൂടി വേണം കരുതാൻ. സൗജന്യം തന്നെന്ന് പറഞ്ഞ് നാട് വികസിക്കുകയില്ല, നമ്മുടെ ജീവിതം മെച്ചപ്പെടുകയില്ല. ഇപ്പൊ എന്നും സർക്കാരിനെ ആശ്രയിച്ചിരിക്കേണ്ടി വരും. സർക്കാർ കറണ്ട് ബില്ല് നമുക്ക് വളരെ കുറച്ച് തരും, അല്ലെങ്കിൽ വാട്ടർ ബില്ല് അടയ്ക്കേണ്ടതില്ല, അല്ലെങ്കിൽ സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാം എന്നൊക്കെ പറയുന്ന ഈ ഫ്രീ ബി സംവിധാനം ഇത് ശാശ്വതമായ ഒന്നല്ല എന്നും ഇത് ശാശ്വതമായ വികസനമല്ല എന്നും ഡൽഹിയിലെ യുവാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ആം ആദ്മി പാർട്ടി പരാജയം രുചിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഈ അഴിമതിക്കെതിരെയും കൈക്കൂലി പോലെയുള്ള കാര്യങ്ങൾക്കെതിരെയും ഒക്കെ സമരം ചെയ്ത് ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എത്തിയ അരവിന്ദ് കെജ്രിവാളിന് നേരെ തന്നെ ഒരു അഴിമതി ആരോപണം ഉണ്ടാവുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. 2024 മാർച്ചിലാണ്. അതായത് ലിക്കർ പോളിസി സ്കാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഇമേജിന് വളരെയധികം മങ്ങലേൽപ്പിക്കുകയുണ്ടായി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ സെപ്റ്റംബർ 2024 CM പോസ്റ്റിൽ നിന്ന് രാജിവെക്കുകയും അദ്ദേഹത്തിന്റെ വിശ്വസ്തയായ മറ്റൊരാൾ ആ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം തെരഞ്ഞെടുപ്പുകളിൽ കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് BJPയുടെ നാഷണലിസത്തെയും ഹിന്ദുത്വ പൊളിറ്റിക്സിനെയും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. BJPയുടെ അടിയുറച്ച 2 അവരുടെ നെടുന്തൂണുകൾ എന്ന് പറയാവുന്ന ആശയപരമായ കാര്യങ്ങളാണ്. ഒന്ന് നാഷണലിസം, 2 ഹിന്ദുത്വ പൊളിറ്റിക്സ്. നാഷണലിസം എന്ന് പറയുന്നത് രാജ്യമാണ് പ്രധാനം എന്നുള്ള BJPയുടെ കാഴ്ചപ്പാട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള BJPയുടെ നിലപാടുകൾ, അതിനോട് കിടപിടിക്കുന്ന, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന തരത്തിലേക്ക് ഉയരാൻ കഴിയാത്തത് ആം ആദ്മിയുടെ ഒരു പോരായ്മയാണ്. അവരതിന് ശ്രമിച്ചതാണ്. ഹിന്ദുത്വ പൊളിറ്റിക്സ് അരവിന്ദ് കെജ്രിവാൾ പയറ്റി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 ടേമിൽ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ഡൽഹി ഭരിക്കാൻ പറ്റിയത്. പക്ഷേ മൂന്നാമത്തെ ടേമിൽ എത്തിയപ്പോൾ BJPയോട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. BJPയുടെ ശക്തമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകൾ, ആ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് അരവിന്ദ് കെജ്രിവാളിന് നേരിടാൻ കഴിയാവുന്നതിനും അപ്പുറമാണ്. ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരാജയത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആം ആദ്മി ഈ വാട്ടർ ഷോർട്ടേജ് പരിഹരിക്കുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. ഈ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ ആം ആദ്മി സർക്കാരിന് കഴിയാതെ പോയി. പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡൽഹി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വെള്ളത്തിന്റെ ഷോർട്ടേജ് പരിഹരിക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞില്ല. തലസ്ഥാനത്തെ ജനത പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള വികസനം കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തിന് കഴിയാതെ പോയി. കേന്ദ്ര സർക്കാരുമായി ഉടക്കി നിന്നത് കാരണം
വികസനം മെല്ലെ പോയി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. മാത്രമല്ല നമുക്കറിയാവുന്നതാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഉത്സാഹം എന്തായാലും BJP ഇതര സർക്കാരുകളുടെ വികസനത്തിന് ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും BJP ഗവൺമെന്റും തമ്മിൽ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ, ഉടക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് കാരണം വികസനത്തെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തുടർച്ചയായി അധികാരത്തിലിരുന്ന പാർട്ടി എന്ന നിലയിൽ ഇതിന്റെ ഒരു തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് BJPയുടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും പോലും ഇൻഫ്ലുവൻസ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. മാത്രമല്ല ബെറ്റർ ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരും എന്നുള്ളതും ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റെബിലിറ്റിയും കൊണ്ടുവരും എന്നുള്ളതും പ്രോമിസ് ചെയ്തിട്ടാണ് BJP പറഞ്ഞിരിക്കുന്നത്. ഇത് ജനങ്ങൾ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടാതെ മോദിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പോപ്പുലാരിറ്റിയും തെരഞ്ഞെടുപ്പിനെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഗ്രസിന്റെ കൂടി പരാജയ കാരണങ്ങൾ നോക്കാം. ഏഴാമത്തെ പോയിന്റ്, കോൺഗ്രസിന്റെ വീക്ക് ലീഡർഷിപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് തിരിച്ചടിയായത്. അവരുടെ സ്ട്രാറ്റജിയിലെ പോരായ്മകളും അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫേസ് ഇല്ല ഡൽഹിയിൽ. അതായത് രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡൽഹി പൊളിറ്റിക്സിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേസ് ഇല്ല എന്നുള്ളത് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. മാത്രമല്ല അവരുടെ ക്യാമ്പയിൻ നോക്കിയാൽ വളരെ വീക്കായിരുന്നു, ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ കൃത്യമായൊരു വിഷൻ ഇല്ലാത്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു. മുസ്ലിം വോട്ടുകൾ പോലും കൂടെ നിർത്തുന്നതിൽ കോൺഗ്രസിന് കഴിയാതെ പോയി. ദളിത് വോട്ടുകളും അവർക്കൊപ്പം നിന്നില്ല. ഇത് അവരുടെ സ്ട്രാറ്റജിയിൽ വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ട്രഡീഷണൽ വോട്ടേഴ്സ്, കോൺഗ്രസിന്റെ ട്രഡീഷണൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിംസും ദളിതുകളും ഒക്കെ ആയിരുന്നു. അവരുടെ വോട്ടുകൾ ഏറെക്കുറെ പോയത് ആം ആദ്മി പാർട്ടിക്കാണ്. കുറെ വോട്ടുകൾ BJPക്ക് പോയി. കോൺഗ്രസിന് അവരുടെ ആ ഒരു ട്രഡീഷണൽ വോട്ടുകൾ നിലനിർത്താൻ കഴിയാതെ പോയി. ഇനി BJP എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് BJPയുടെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ ഡൈനാമിക് ആയിട്ടുള്ള ലോക്കൽ ലീഡേഴ്സിനെ അവർ ചൂസ് ചെയ്തു എന്നുള്ളതും അവർക്ക് വോട്ട് ഉറപ്പിക്കാൻ സഹായകരമായിട്ട് വന്നിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ, ഡെവലപ്മെന്റ്, സ്റ്റെബിലിറ്റി പോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ വീഴ്ചകളെയും കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നതിലും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും അവിടെ BJP നേതൃത്വം വിജയിച്ചു. മാത്രമല്ല മീഡിയ, ഡിജിറ്റൽ ക്യാമ്പയിൻ മേഖലകളിലുള്ള BJPയുടെ ഒരു മുന്നേറ്റം ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ BJPക്ക് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡൽഹി ജനങ്ങള് BJPക്കും കോൺഗ്രസിനും എതിരായിട്ടൊരു മൂന്നാമത്തെ ഓപ്ഷനായിട്ടാണ് ആം ആദ്മി പാർട്ടിയെ കണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം INDA മുന്നണിയുടെ ഭാഗമായതോടുകൂടി ആം ആദ്മി പാർട്ടി അധികാരത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു തോന്നൽ ഡൽഹിക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് BJPക്ക് കഴിഞ്ഞു. അതായത് സത്യത്തിൽ INDA മുന്നണിയുമായിട്ടുള്ള സഹകരണവും ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായിട്ട് മാറി എന്നുള്ളതാണ് ഈ വാസ്തവം. കാരണം എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ കോൺഗ്രസിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുത്തത്. അപ്പൊ ആം ആദ്മി പാർട്ടി വീണ്ടും കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഇന്ത്യ മുന്നണിയായിട്ട് നിന്ന് BJPക്കെതിരെ മത്സരിച്ചപ്പോൾ അത് തിരിച്ചടിയായി. ഡൽഹി ജനങ്ങൾ BJP ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കട്ടെ, അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഭരിക്കട്ടെ എന്നതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ BJPക്കെതിരെയും മോദിക്കെതിരെയും കൂടുതൽ രൂക്ഷമായ രീതിയിൽ പോവുകയും INDA മുന്നണിയുടെ ഭാഗമാകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം ഡൽഹി ജനങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നായിരിക്കാം ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടായ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് എങ്കിൽ പിന്നെ BJPക്ക് തന്നെ കുത്താം, ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ സംസ്ഥാനവും ഭരിക്കട്ടെ എന്ന് ഒരുപക്ഷെ അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.